നിൽക്കട്ടെ. ഇനി അമ്മയുടെ പുറകിൽ ഒരാൾ നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക. രണ്ട് സൈഡിൽ കൂടിയും അയാളെ നോക്കുന്ന രീതിയിൽ കഴുത്ത് ഏൽപ്പിക്കുക. അത് കുഴപ്പമില്ല, ഉള്ളത്ര അങ്ങോട്ട് മാക്സിമം ശ്രമിച്ചോ, കിട്ടുന്നത്ര അങ്ങോട്ട് നോക്കിക്കോ. ഓക്കെ, അവിടെ അങ്ങോട്ട് നിർത്തിക്കോ, തിരിച്ചു പോരി. ഇനി അങ്ങോട്ട് ആ ഡയറക്ഷനിൽ കൂടി നോക്കാൻ ശ്രമിക്കും. പോട്ടെ, മാക്സിമം ശ്രമിക്കണം, പരിശ്രമം നന്നായി വേണം. ഒന്ന് രണ്ട് സൈഡും കഴിയുമ്പോൾ ഒരെണ്ണമായിട്ട് കണക്ക് കൂട്ടും. ഒന്നുകൂടി പോട്ടെ, നന്നായിട്ട് പോട്ടെ. നോക്ക് ഒരാളെ നോക്കണമായിട്ട് തന്നെ ചിന്തിച്ച് ചെയ്തേ. തിരിച്ചോ, തിരിച്ചോട്ടെ, പോരട്ടെ പോരട്ടെ, ഒന്നുകൂടി. രണ്ട്, വീണ്ടും. കൊള്ളാം, നന്നായിട്ട് തിരിഞ്ഞ് നോക്കും. ഒരാൾ പുറകെ നിൽപ്പുണ്ട്, അയാളെ നോക്കുന്നതായിട്ട് തന്നെ ചിന്തിച്ചിട്ട് ചെയ്തേ. പോട്ടെ, കുറച്ചുകൂടി. ഇട്, 3. ചെയ്തേ. അത് തന്നെ. നന്നായിട്ട് പോട്ടെ, കുറച്ചുകൂടി നന്നായിട്ട് നന്നായിട്ട് കുറച്ചുകൂടി വില കൊടുക്കും, കുറച്ചുകൂടി. ഇട്, 4. ഒന്നുകൂടി. ഒന്നുകൂടി പോട്ടെ. ഈ സൈഡ് നല്ല രീതിയിൽ തിരികട്ടെ. തിരിഞ്ഞ് നോക്കട്ടെ, പുറകിലേക്ക് നോക്കട്ടെ. ഓക്കെ, നിൽക്കട്ടെ. നന്നായിട്ട് ശ്വാസമൊക്കെ എടുത്തിരുന്നു. നടക്കേ. ശ്വാസം എടുക്കുമ്പോൾ മൂക്കിൽ കൂടി ശ്വാസം എടുത്തിട്ട് പതുക്കെ ഊതി വിടുന്ന രീതിയിൽ 1-2 തവണ ചെയ്യാം. എടുത്തേ. ഇനി ഊതി വിട്ടെ. അത്രയുള്ള അതിടക്ക് ചെയ്യണം. നന്നായിട്ട് ഫീസ് അത്രയേ ഉള്ളൂ. അതാണ് ഇത് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ പുറകിൽ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. ആ സൈഡിൽ കൂടി ഫുള്ളൊന്ന് നോക്കിക്കേ. തിരിഞ്ഞ് അയാളെ നോക്കുന്ന രീതിയിൽ ഫുള്ള് ചെയ്തേ. ശരീരം കൂടി ഉപയോഗിച്ചു, കഴുത്ത് മാത്രമല്ല ശരീരം കൂടി ഉപയോഗിച്ചു. ഉള്ളത്രോ അത് തന്നെ. അതുപോലെ ചെയ്താൽ മതി. ബോഡി കൂടി കൂടി ഒന്ന് ഇതായിട്ട് പോട്ടെ. അത് തന്നെ. ഓക്കെ, കുഴപ്പമില്ല. പോട്ടെ, അങ്ങോട്ട് കൂടി. രണ്ട് സൈഡ് ഒരെണ്ണം ചെയ്താൽ മറ്റേ സൈഡും കൂടി ചെയ്യണം. അത് തന്നെ. ഓക്കെ, കുഴപ്പമില്ല. ഇനി അമ്മയുടെ ഈ സൈഡ് ഇവിടെയാണ് കൂടുതൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കാത് ഈ തോളായിട്ടൊന്ന് മുട്ടിക്കാൻ നോക്കിക്കോ. നോക്കിക്കേ. മുട്ടണ്ട, അത്ര അങ്ങ് ഒലിച്ചോ, കിട്ടുന്നത്ര അങ്ങ് ഒലിച്ചോ. അങ്ങോട്ട് തന്നെ നിവർന്നു വന്നു, നേരെ വന്നു. ഒന്ന്. അത് പിന്നെ കുഴപ്പമില്ല. അറിയില്ല, പോട്ടെ, തിരിച്ചു പോട്ടെ. അത് തന്നെ. വീണ്ടും പോട്ടെ. കൊള്ളാം. പോട്ടെ ചെയ്തു. വീണ്ടും. അത് തന്നെ. നന്നായിട്ട് പോട്ടെ. അതുപോലെ വലതുവശം വരണം മോളെ. കുറച്ചുകൂടി. അത് തന്നെ. നിൽക്കട്ടെ. ഉമ്മ ചായ കുടിച്ചല്ലേ? ഭക്ഷണം കഴിച്ചല്ലേ? ഭക്ഷണം കഴിച്ചായിരുന്നല്ലോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇത് അത്യാവശ്യം മുട്ടുമല്ലോ. അത്യാവശ്യം ഇങ്ങോട്ട് വരുമല്ലോ. ഈ ചെവി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു 5 അത് മാത്രം ചെയ്തേ. ഈ തിരിച്ചിപ്പത്ത് ചെയ്യണ്ട. കൊണ്ടുവല്ലേ. നേരെ വന്നു, നേരെ ഇരുന്നു. ഒന്നുകൂടി ഇങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് തന്നെ ചെയ്തു. അത് തന്നെ ചെയ്തു. ഉണ്ട്. വീണ്ടും. അത് കിട്ടിയാടാ. ഞാൻ പറഞ്ഞ സാധനം കിട്ടിയാ.
ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. നേരെ കുറച്ച് നേരെ വന്നിട്ടു. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. നടു ഒന്നുകൂടി നിവർത്തിക്കും. ഈ തല പുറകോട്ടൊന്ന് പിടിച്ച്, അങ്ങനെയല്ല അതൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ ഇങ്ങനെ ഒന്ന് പിടിച്ച് തനിയെ തനിയെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതന്നല്ലോ, ഒന്ന് പുറകോട്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്യണമെന്ന്. എന്നെ കൈകേട്ടം നമ്മൾ തല കൊണ്ട് തള്ളിക്കും. മൊത്തം ശരീരമായിപ്പോയി, മൊത്തം ശരീരം കൊണ്ടാണ് തള്ളി. ഒന്നുകൂടി തള്ളിക്കും. അത് തന്നെ, ഒന്നുകൂടി തള്ളിക്കും. പോരാ, ഒന്നുകൂടി തള്ളിക്കാമോ? ഒരു പവർ തള്ളിക്കും. ഓക്കെ കേട്ടോ. ഒന്നുകൂടി ചെയ്തേ. കൊള്ളാം. ചെയ്തേ. അത് തന്നെ. 3 4 ചെയ്തേ. 5 ചെയ്തേ. ഇപ്പൊ തന്നെ ചെയ്തേ. കൈ ഞാൻ മാറ്റി. അത് തന്നെ. ഒരു പുറകോട്ട് ഇരിക്കട്ടെ കഴുത്ത്. 6 ചെയ്തേ. കുറച്ചുകൂടി ഒരുമിച്ച് പോകും, ഒരുമിച്ച് പോകും. 1 ചെയ്തോ. 2 കൊള്ളാം. 3 4 പോട്ടെ. 5 കൂടി 6 പതുക്കെ ചെയ്യുള്ളൂ. 7 പോട്ടെ. മതി. ശങ്ക ഇപ്പോഴും നന്നായിട്ടാണ് ചെയ്തത് കേട്ടോ. വെൽ ഡൺ. ഇങ്ങനെ ഇരുന്നാ മതി. ഇരിപ്പൊക്കെ ഇതുപോലെ ഒന്ന് നേരെയാക്കി ഇരുന്നാൽ മതി. എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ തല ഇങ്ങോട്ട് ചരിക്കരുത്. വലതുവശത്തൊക്കെ എപ്പോഴും ചരിഞ്ഞായിരിക്കണം തല. മതി കേട്ടാ. ഈ തോടൊന്ന് പുറകിലോട്ട് എടുത്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പുറകിലോട്ട് എടുത്ത്. ഇപ്പൊ ഇങ്ങോട്ടല്ലേ ഇരിക്കണേ. തോട് രണ്ട് പുറകോട്ട് എന്തെങ്കിലും നിവർത്താൻ വേണ്ടി ഒന്ന് ശ്രമിച്ച്. വേനാണോ? തൊടാൻ പറ്റത്തില്ല. ഭയങ്കര വേനാണോ? അന്ന് ഈ കൈ 2 കൈ പുറകോട്ട് വലിച്ചാൽ മതി. നന്നായിട്ട് പുറകോട്ട് പോട്ടെ. ഷോൾഡർ പതുക്കെ പുറകോട്ട് പോട്ടെ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കും. പറ്റുന്ന പോലെ നമ്മൾക്ക് പറ്റുന്ന പോലെ. ഈ ഷോൾഡർ കണ്ടൊന്ന് പുറകോട്ട് പോകട്ടെ. 2 പോട്ടെ. നമുക്ക് നോക്കാം. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. 4 വീണ്ടും 5 പോട്ടെ. 6 നന്നായിട്ട് പുറകോട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കും. 7 നേരെ ഇരുന്നു കേട്ടോ. ചരിഞ്ഞു പോണു. തല ഇങ്ങോട്ട് ചരിഞ്ഞു പോണു. 9 ഒന്നോടി. വെച്ചോ. അമ്മ അറിയാണ്ടേ ഇരിക്കാൻ നേരത്ത് ഇങ്ങോട്ട് ചരിഞ്ഞു വരും തല. നേരെ പിടിക്കും കേട്ടോ. അങ്ങനെ തോന്നുമ്പോ ഈ കാത് ഇങ്ങോട്ട് കുറച്ച് വേണം അതൊക്കെ ഇങ്ങോട്ട് മുട്ടിക്കാൻ നോക്കുക. കണ്ണാടി നോക്കാറുണ്ടോ? ഇല്ലേ? നോക്കാറുണ്ട്. പതിനുണ്ടായിരുന്നു. നേരത്തെ നോക്കുമായിരുന്നു. സംസാരിക്കുന്നേ ചോദിക്കുന്നതിന് ഉത്തരം പറയും. എന്താ മച്ചി? മച്ചി ഇല്ല. അമ്മ പിന്നെയും ചരിഞ്ഞു പോയി കേട്ടാ. ഈ കാലിങ്ങോട്ടൊന്നും ഒരു 5 തവണ ചെയ്ത്. 1 തിരിച്ചു മതി. 2 ഒരു 4 മതി. ഇങ്ങോട്ട് വരണമെന്നില്ല, അങ്ങോട്ട് പോയാൽ മതി. ഇങ്ങോട്ട് ഓൾറെഡി കുനിഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് കുറച്ച് കൂടുതൽ ചെയ്താൽ മതി. 2 നേരെ വന്നാൽ മതി. വീണ്ടും 3 വീണ്ടും 4 മതി. മതി. നേരെ ഇന്ന് ശ്വാസമൊക്കെ എടുത്ത് പതുക്കെ ഒന്ന് ഇരുന്നിട്ട് വേദന ഉണ്ടാകുമല്ലോ.
എന്ത് വിറയലുണ്ടായിട്ടോ? വിറയലില്ല. ഇല്ല. വിറയൽ നിശേഷം നിന്ന് പോയതാണ്. വേണ്ടത് ആ വിരലുകളുണ്ടല്ലോ, ഇപ്പോൾ സാർ പിടിച്ചിരിക്കുന്ന വിരലുകൾ, അത് ശരിയായി വന്നിട്ടില്ല. അതുപയോഗിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഗുളിക എടുക്കുന്നത്. അത് ഞാൻ മനഃപൂർവ്വം ചോദിക്കുന്നതാണ്. അതെന്നാ അറിയാം, അങ്ങനെ പിടിച്ചിട്ട് കയറ്റി പിടിക്കാൻ നോക്കി, കയറ്റി തരുന്ന ഇപ്പൊ ഇത് അതെന്നാ അറിയാം, ഇത് ഇങ്ങോട്ട് തൊടിക്കാൻ നോക്കുന്നില്ല, ഇങ്ങനെ തന്നെ മടക്കാനാ നോക്കുന്നത്. അങ്ങനെ ഇപ്പൊ മടക്കണ്ട, ഇതിങ്ങോട്ട് കയറ്റി മടക്കിയാൽ മതി. കയറ്റി മടക്കിക്കുക ആദ്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലെ മടക്കാം. ഇപ്പൊ മടക്കിയാൽ മടക്കാം. ആദ്യം കയറ്റി മടക്കാൻ നോക്കും മാക്സിമം. ഇത്ര മടക്കി പിടിക്കാൻ നോക്കുക. അത് കുറെ നേരം പിടിക്കാൻ നോക്കുക. അങ്ങനെ പിടിച്ച് വെക്കാൻ നോക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് വിടും. എന്നിട്ട് മറ്റേ പഴയ പോലെ ഇങ്ങനെ പിടിക്കാൻ നോക്കുക. അതും കുറെ നേരം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ മടക്കി എടുക്കണം. അത് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോ ഇത്ര ചെയ്തതിന്റെ ക്ഷീണം ഒന്ന് ഇതാകട്ടെ, നമ്മൾ ഒന്ന് ശ്വാസം എടുത്തിരുന്ന് നോർമലായിട്ടിരുന്ന് എന്താ ചെയ്യാം, കാര്യമായിട്ട് ചെയ്യാം. ഇത് കുഴപ്പമില്ല. ഇത് ഇത്ര തലേണ ഇത്ര കയറ്റി വെക്കണ്ട കേട്ടാ, തലയിൽ മാത്രം തലേണ വെച്ചാൽ മതി. ഈ നടുവിലോട്ട് ഇങ്ങോട്ട് കയറ്റി വെക്കണ്ട, ഷോൾഡറിലോട്ട് കയറ്റി വെക്കണ്ട കേട്ടാ. മതി മതി. ഞാനേ നമുക്ക് പതുക്കെ നോക്കാം. ഞാൻ പതുക്കെ ഇത് പറയണ പോലെ അമ്മ ഒന്ന് ചെയ്യാൻ നോക്കിയാൽ മതി. ഇല്ല ഒന്നുമില്ല. ആദ്യം ജസ്റ്റ് വിരലൊക്കെ ഒന്ന് അകത്തിയേക്ക്, തമ്മിൽ വിരലുകൾ തമ്മിൽ ഒന്ന് നന്നായിട്ട് അകത്തിയേക്ക്, അകത്തി അടുപ്പിക്കുകയും ചെയ്യും. കുറച്ചു നേരം അങ്ങനെ ചെയ്യും. നമുക്ക് ഒത്തിരി തവണകൾ ഒത്തിരി ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. ഒരു 10 എണ്ണം ചെയ്താൽ മതി. നന്നായിട്ട് നല്ല രീതിയിൽ ഒന്ന് അകത്തി അടുപ്പിക്കുകയും ചെയ്യാം. ചെയ്തേ. 4 ചെയ്തേ. 5 ചെയ്തേ. 6 ചെയ്തേ. 7 ചെയ്തേ. 8 ചെയ്തേ. 9 കൂടി. ഓക്കെ. ഇത് കുഴപ്പമില്ല അല്ലേ? ശരി. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ഇവിടെ നിന്ന് ഒരു സാധനം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതിയിൽ കൈ ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് അത് തിരിച്ചു വയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടാ. അതിന് ആദ്യം നമ്മൾ കൈയിനെ പത്തിയൊന്ന് നോക്കി പിടിച്ചിട്ട് വിരല് ചുരുട്ടി പിടിക്കണം. ചുരുട്ടി പിടിക്കും. മാക്സിമം വിരൽ ചുരുട്ടി പിടിച്ചിട്ട് അതൊക്കെ കൈ തിരിച്ച് ഇവിടം വരെ പൊക്കി ഇവിടം വരെ കൊണ്ടുവരണം. ഇനി ഇവിടുന്ന് എല്ലാവരും നിവർത്തുക, വിരലെല്ലാം അകത്തുക. അകത്തിയിട്ട് കൈ ഇങ്ങനെ തിരിക്കുക. തിരിച്ചിട്ട് പതുക്കെ മുട്ട് മുഴുവൻ നിവർത്തി ഇനി അറ്റം വരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടാ. അപ്പം ഒന്നുകൂടി നമുക്ക് നോക്കാം. അത് കുഴപ്പമൊന്നുമില്ല. അത് ചെയ്തു വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിക്കോളും. തുടക്കത്തിന്റെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് നോക്കി തരാം. അപ്പൊ ഇനി കയ്യെ മുറുക്കി പിടിച്ചോ. മുറുക്കി പിടിക്കും, നല്ല മുറുക്കി പിടിക്കും. ഓക്കെ. ഇനി അങ്ങനെ മുറുക്കി തന്നെ പിടിച്ചിട്ട് കൈ തിരിച്ച് ഷോൾഡർ പൊക്കിയിട്ട് ഇവിടം വരെ കൊണ്ടുവന്നേ. ഇവിടം വരെ കൊണ്ടുവരണം. ഇനി എല്ലാവരും കുഴപ്പമില്ലല്ലോ. വേദന കുറവല്ലേ? വേദന എടുക്കാനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഒരു അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം കൂടി. നമുക്കൊരു കുറച്ച് റെപ്പറ്റീഷൻ ഒത്തിരി കുറച്ച് ചെയ്യേണ്ടി വരും. മുറുക്കി പിടിച്ചോ. നല്ല ബലത്തിൽ പിടിച്ചോ. ഫുള്ള് ചുരുങ്ങട്ടെ. പോട്ടെ കുഴപ്പമില്ല. പോട്ടെ ഇവിടം വരെ. ഇനി എല്ലാം നിവർത്തിക്കും. അകത്തേക്ക് തിരിയട്ടെ. കൈ തിരിയട്ടെ. കൈ ഓപ്പോസിറ്റ് തിരിഞ്ഞ് മുട്ട് നിവർത്തിക്കും. അതൊക്കെ അകത്തേക്ക്, കൈ അകത്തേക്ക്, പുറത്തോട്ട് അകത്തേക്ക്.
പെട്ടെന്ന് പെട്ടെന്നൊരു പൊക്കൽ, എന്നിട്ട് മുറുക്കി അങ്ങോട്ട് കൈ പിടിക്കുക. കൈ മുറുക്കി പിടിച്ചോ, സ്ട്രോങ് ആയിട്ട് പിടി. ഓക്കെ, ഞാൻ തൊടുന്നില്ല. ഇനി തിരിക്കുക, കൈ തിരിക്കുക. ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെ. ഇനി മുന്നോട്ട് വരിക, അപ്പുറം വരെ, പറ്റുമെങ്കിൽ വായുടെ അവിടം വരെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ചെവിയുടെ അവിടം വരെ കൈ പൊക്കിക്കൊണ്ടിരിക്കുക. ഒന്നല്ലേ ഇവിടം വരെ, അല്ല ഓപ്പോസിറ്റ് ഉള്ള ചെവിയുടെ അവിടം വരെ. ഇനി അവിടെ നിന്ന് വിരല് നിവർത്തുക, കൈയുടെ അകത്ത് വിരല് നന്നായിട്ട്. നന്നായിട്ട് കൈ തിരിക്കുക, മുട്ട് നിവർത്തുക, കൈയുടെ കൈ അകത്തി ഉള്ളിൽ വെക്കുക. തന്നെ എന്ത് ചെയ്ത് കാണിച്ചു ചെയ്ത് കാണിച്ചു തനിയെ. ഇങ്ങനെയല്ല, നമുക്ക് വിരല് മുറുക്കണം. അതിനാദ്യം ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊക്കുക കൈ, എന്നിട്ട് നന്നായിട്ട് അപ്പം തന്നെ പതുക്കെ ഫുള്ളായിട്ട് ഒന്ന് ചുരുട്ടുക. കിട്ടുന്ന ഫുള്ള് ബലത്തിൽ ചുരുട്ടിയിട്ട് തിരിച്ച് പതുക്കെ അപ്പുറം വരെ, ഇവിടം വരെ. ഇനി വിരലെല്ലാം നിവർത്തിക്കും, എല്ലാം നിവർത്തിക്കും. വിരലെല്ലാം അകത്തിക്കും നന്നായിട്ട്. ഇനി തിരിച്ച് പതുക്കെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ച് നിവർത്തി വരിക. എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ തിരിച്ച് ഇവിടം വരെ തിരിച്ച് വരിക. ഓക്കെ അല്ലേ? നിവർത്തിക്കും, വിരൽ നിവർത്തിക്കും. വിരൽ അകത്തിക്കോ തമ്മിൽ. ഇനി തിരിഞ്ഞോ, കൈ തിരിച്ച്. ഇനി മുട്ട് നിവർത്തിക്കും, മുട്ട് നിർത്തു. പതുക്കെ ഇവിടം വരെ കൊണ്ട് വെച്ചു, ഇങ്ങനെ ഓക്കെ. ഇത്രയേ ഉള്ളു. ഒന്ന് കൈ ഇനി അത് വേണ്ട, ഒന്ന് ചുരുട്ടി കാണിച്ച കൈ ഒന്നും വേണ്ട. ഇപ്പൊ ശരിയായല്ല. ഇനി താങ്കൾ ശ്രമിച്ചാൽ മതി. ഒന്നുകൂടെ ശ്രമിച്ചേ. നമ്മ അത് ചുമ്മാ വെച്ചിട്ടിരുന്നിട്ടാ വരാത്തത് കേട്ടാ. ചെയ്യാൻ ശ്രമിക്കാത്തോണ്ടാണ് വരാത്തത്. ഒന്നോട് നോക്കിക്കേ. മുറുക്കി പിടിച്ചേ, മുറുക്കി പിടിക്കേ. മുറുക്കി പിടിച്ചെന്റെ കൈ മുറുക്കി പിടിച്ചോ. സ്ട്രോങ് ആയിട്ട് പിടിക്കേ. ഇവിടെ സ്ട്രോങ് ആക്ക്. ഇനി കൈ കൊണ്ടുപോകും ഇവിടം വരെ. എല്ലാവരും നിവർത്തിക്കും. അകത്ത് അതിന് കൈ തിരിച്ച് പതുക്കിക്കൊണ്ടുവന്നെ കൊണ്ടുവന്ന് മുട്ട് നിവർത്തിക്കും. കൈയോടെ വെച്ചു. ഓക്കെ, കൈ ഫ്രീ ആക്കി വെച്ചു. മോളെ ഗ്ലാസ് കൊണ്ട് വെക്കും. അങ്കിക്ക് ചായ വേണ്ടേ? കുഴപ്പമില്ലല്ലോ. ഇനി ഒന്നും അങ്ങനെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് കൈ മാത്രം ഒന്ന് മുറുക്കി പിടിച്ച് കാണിച്ചു തന്നാൽ മതി. മുറുക്കി പിടിച്ച് കാണിച്ചു തന്നെ. അത്രേ ഉള്ളു. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട്. അത്രേ ഉള്ളു. കണ്ടപ്പോ മുട്ടയുണ്ട. ഒന്നുകൂടി ശ്രമിച്ചാൽ അമ്മക്ക് ഇത്തിരി നന്നായിട്ട് മുട്ടിക്കാം കേട്ടാ. അമ്മ ഒന്നുകൂടി മനസ്സ് വെച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് മുട്ടിക്കാം. തങ്ക അങ്ങനെ ചെയ്താൽ തങ്കയ്ക്ക് തന്നെത്താൻ പല്ല് തേക്കാൻ പറ്റും, ബ്രഷ് പിടിക്കാൻ പറ്റും. ഈ അമ്മ പേടിക്കല്ലേ, വേദനയൊന്നുമില്ല. ഇത് തോന്നുന്നതാ. ഒന്നുമില്ല. ഒന്നുമില്ല. അമ്മ പതുക്കെ ഒന്ന് ഇരുന്നേ. ജസ്റ്റ് ഒന്ന് നോക്കിട്ട് ഇതാക്കാം. ഒന്നുമില്ലെന്നേ. പതുക്കെ അല്ലേ. പതുക്കെ ഒന്ന് മുറുക്കി പിടിച്ചോ. പതുക്കെ അങ്ങനല്ല, തിരിച്ചു പിടിച്ചിട്ട് മുറുക്കി പിടിച്ചേ. മുറുക്കി ഒന്ന് പിടിച്ചോ. വേണ്ട. ഒന്നും ചെയ്തിട്ടില്ല. പതുക്കെ വിട്ട് കേട്ടാ. പൊടിക്ക് വേദന ഉണ്ടാവും.
സാരമില്ല, നമ്മള് എനിക്ക് അവസാനം അത് ചെയ്തിട്ടുള്ളൂ, കുഴപ്പമില്ല, പേടിക്കില്ല. സമാധാനം വെച്ചോളൂ ഇവിടെ, കുഴപ്പമില്ല. താങ്കൾ കൈ ശരിയായി കേട്ടോ, മടക്കൊക്കെ ചെയ്താൽ മതി. അമ്മയ്ക്ക് കൈ പൊക്കിക്ക്, അമ്മയ്ക്ക് പറ്റും. അമ്മ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് പറ്റാത്തത്. എല്ലാവരും നിവർത്തിക്ക്, വെള്ളം അകത്തേക്ക്, കൈ തിരിച്ചിട്ട് ഇതിനായിട്ട് മുട്ട് നിവർത്തി ഇവിടം വരെ ഇങ്ങോട്ട് നീട്ടി വെക്കുക. ഇങ്ങനെ ഡയഗണലായിട്ട് വെക്കുക. ഒന്നുകൂടി ചെയ്തേ. അവിടെ നിന്ന് മുറുക്കി കൊണ്ടുവന്നേ, കൈ പിടിച്ച് മുറുക്കി കൊണ്ടുവന്നേ. മുറുക്ക്, നന്നായിട്ട് മുറുക്ക്, സ്ട്രോങ് ആയിട്ട് മുറുക്ക്. മുറുക്ക്. തിരിയട്ടെ. ഇത്തിരി നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് മുറുക്ക് കേട്ടോ. തിരിയട്ടെ, നന്നായിട്ട് തിരിയട്ടെ, കൈ ഇങ്ങോട്ട് തിരിയട്ടെ. ഇനി കൈ മുക്കി എടുത്തിട്ട് വന്നേ, ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഇവിടം വരെ. ഇനി വെല്ലെല്ലാം ചേർത്തേക്ക്, ഈ വെല്ലാകത്തേക്ക്. ഇനി പതുക്കെ തിരിച്ച് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ തിരിയട്ടെ. അവിടെ മുട്ട് നിവർത്തിക്ക്, മുട്ട് നിർത്തി അവിടെ വയ്ക്കുക, അവിടെ വയ്ക്കും. ഇങ്ങനെ കമത്തി വെക്കണം. ഒരു തവണ അവിടെ നോക്ക്, ഒരു തവണ അവിടെ നോക്ക്. മനസ്സിലായി? പതുക്കെ നോക്ക്, മുറുക്ക്, നന്നായിട്ട് മുറുക്ക്, കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് മുറുക്ക്. കൊണ്ടുവന്നേ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാ. വരട്ടെ. നോക്ക്, കുറച്ചുകൂടി കയറട്ടെ, ഇങ്ങോട്ട് കയറട്ടെ, ഇവിടം വരെ. ഇനി എല്ലാവരും നോക്കിക്കും, എല്ലാവർക്കും കൈ പതുക്കെ തിരിച്ച്, അങ്ങനെ പതുക്കെ ഫുള്ള് നിവർത്തി അവിടം വരെ. ഓക്കെ, മതി. നഖം വെട്ടിക്കുന്നില്ലേ? ഇല്ലേ, വെട്ടാനുവദിക്കുന്നു. ഒന്നോട് മുറുക്ക് പിടിച്ച് ഈ കൈ ആണോ തീരാ. ഒന്നോട് മുറുക്ക് പിടിച്ച് പിടിക്കാൻ നോക്ക്, ശ്രമിക്ക്. എന്നിട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പിടിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടില്ല, കുഴപ്പമില്ല. മതി. ആ കൈ ശരിയായാലേ നമുക്ക് പല്ല് തേക്കാൻ പറ്റുള്ളൂ കേട്ടോ, ബ്രഷ് പിടിച്ച്. കാലിൽ രണ്ടു നേരം വെച്ചമ്മേ. ഓക്കെ, കാല് നന്നായിട്ട് അനക്കുന്നുണ്ടല്ലോ, ഓക്കെ. എന്നാ പതുക്കെ എഴുന്നേറ്റും. അല്ലെങ്കിൽ മറ്റേ ഞാനൊരു എക്സസൈസ് ആദ്യം വന്ന സമയത്ത് പറഞ്ഞായിരുന്നു, അത് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? നടു ഇങ്ങനെ വെച്ച്, ഇങ്ങനെ മടക്കി, ഇങ്ങനെ കാൽ മടക്കി വെച്ച്, രണ്ട് കൈ രണ്ടും മടക്കി വെച്ച്, നന്നായിട്ട് മടക്കി വെച്ച്, ഇതിനകത്ത് വയ്ക്കും. അടുപ്പിക്കണ്ട. കൈ രണ്ട് സൈഡിൽ വെച്ച്, രണ്ട് സൈഡിൽ വെക്കുക. കയ്യിൽ ബലം കൊടുത്തിട്ട് കാലിലും ബലം കൊടുത്തിട്ട് നടുവൊന്ന് പൊക്കിക്ക്. കൊള്ളാം. ഇടക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യം വന്ന സമയത്ത് പറഞ്ഞൊരു സാധനമാണ്, ഇടക്ക് ചെയ്യണം. അതുപോലെ തന്നെ കാലകത്തി വെച്ച് നന്നായിട്ട്, ഈ രണ്ടു കാലം പരസ്പരം ഒന്ന് അകത്തിക്കാൻ നന്നായിട്ട്. ഈ കാലും പിന്നെ അത് വരുമ്പോ ഇങ്ങോട്ട് പോരണേ തന്നെ. ഈ കാലം വന്നിട്ട് അകത്തേക്ക് അങ്ങോട്ട്, ഒന്നുകൂടി അകത്തേക്ക്. കൊള്ളാം. അകത്തേക്ക്, അകലട്ടെ, ഓക്കെ. ഇത്തിരി അകത്തി വെച്ചോ, കുറച്ച് അത്ര അടുപ്പിച്ച് വെക്കില്ല, ശകലം അകത്തി വെച്ചോ. അടിക്ക്.